നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് മുട്ടത്തോട് വെച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും വീട്ടിൽ എപ്പോഴും കിട്ടുന്നതാണ് മുട്ടത്തോട്. അപ്പോൾ ഇതുപോലെ മുട്ടത്തോട് ചെറിയൊരു ഹോളിട്ട് പൊട്ടിക്കണം നമ്മൾ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഐഡിയയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഒരു A4 ഷീറ്റാണ്. ഇതിനെ രണ്ടാക്കി മടക്കിയിട്ട് നമുക്ക് ഓരോ പീസ് വെച്ചിട്ട് ഓരോ സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനത്തെ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പർ വെച്ചിട്ടായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കളർ ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ട് കളർ ചെയ്യേണ്ടി വരും. അതിൽ ആ ഒരു എഴുതിയിട്ടുള്ളത് കാണില്ല അല്ലെങ്കിൽ, അതുകൊണ്ടാണ്. അപ്പോൾ പ്ലെയിൻ പേപ്പർ ഉണ്ടെങ്കിൽ കൂടുതൽ അതാണ് നല്ലത്. നോട്ട്ബുക്കിൻ്റെ പേജോ എന്തായാലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഇതുപോലെ പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുക്കുക. നല്ല കട്ടിയിൽ, അതായത് ഒട്ടും തന്നെ ഗ്യാപ്പില്ലാണ്ട് നല്ല ടൈറ്റിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈർക്കിളി പോലെ എന്തെങ്കിലും ഉള്ളിൽ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഒന്നും വയ്ക്കാണ്ടും ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് മാത്രം കുറച്ചൊന്ന് ഫെവിക്കോളാക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് എത്ര ആ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ടുള്ള നമ്പർ ഇതുപോലത്തെ സ്റ്റിക്കുകളും ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നമുക്കത് കളർ ചെയ്യാനുള്ളതാണ്. ആദ്യം ഒരു 6 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാം കളർ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് നമ്മുടെ മുട്ടത്തോട് ഒന്ന് കളർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പർപ്പിൾ കളറാണ് ഇതിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് കളർ ചെയ്യാം. നമുക്ക് ആ ഒരു പൊട്ടിക്കാത്ത ഭാഗത്ത് നിന്ന് ആ ഒരു മുന്നിലോട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ബ്രഷിൻ്റെ ഒരു ലൈൻസ് പോലെ ഇങ്ങനെ വരും. അപ്പോൾ അത് കാണാനായിട്ട് കുറച്ച് നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്യാം കേട്ടോ. ചെറിയ ഹോളിട്ടിട്ട് മുട്ട പൊട്ടിക്കുകയും വേണം. എന്നിട്ട് കഴുകി ഉണക്കി എടുത്ത് വെച്ചതാണിത്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ ലൈൻസ് വരുന്നുണ്ട്. നമുക്ക് എന്തിലെങ്കിലും ഒന്ന് കുത്തി വെച്ചിട്ട് ചെയ്യാവും നല്ലത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്ന് താഴെ വീണാൽ മതി, മുട്ടത്തോണ്ടാണ്, പൊട്ടും. അപ്പോൾ കുഞ്ഞുങ്ങളൊന്നും വരാത്തൊരു സ്ഥലത്തിരുന്നിട്ട് ഇതൊക്കെ ചെയ്യുക. പിന്നെ അവർക്ക് കിട്ടാത്തൊരു സ്ഥലത്ത് വെക്കുകയും വേണം. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെയ്ത് കഴിഞ്ഞപ്പോൾ. കണ്ടോ, ഞാനിപ്പോൾ ഇതൊരു പെൻസിലിൽ കുത്തി വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുട്ടത്തൊണ്ടൊക്കെ നമ്മളിങ്ങനെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കാൻ വയ്ക്കാം. പിന്നെ നമുക്ക് കുറച്ച് ലീഫ് ഉണ്ടാക്കണം. അതുപോലെ ഈ ഒരു സ്റ്റെമ്മ് കളർ ചെയ്യും വേണം. അതിനായിട്ട് ആദ്യം പേപ്പർ ഒന്ന് നടുവേ മടക്കുക, പിന്നെ വീണ്ടും അതിൻ്റെ നടു മടക്കി എടുക്കുക. അപ്പോൾ നമുക്ക് എത്ര വണ്ണത്തിൽ വേണോ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ പിടിച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു ലീഫിൻ്റെ ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്യുക. വരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഊഹം വെച്ച് അങ്ങ് കട്ട് ചെയ്യുകയാണ്. ഇതത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഷേപ്പൊന്നും അല്ലല്ലോ, നമുക്ക് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുപോലെ ഈ ഒരു നീളത്തിലുള്ള ഷേപ്പിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വിടർത്തി നോക്കുമ്പോൾ കണ്ടില്ലേ, കുറേ പീസുകൾ ഇങ്ങനെ ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു ഷീറ്റും കൂടെ ഇതുപോലെ മടക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്കിതിൽ 2 പീസ് വേണം ഒരു ലീഫ് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ ഈ ഒരു ലീഫിൻ്റെയൊക്കെ ഒരു സൈഡിന് കളർ കൊടുക്കുക. അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പേപ്പർ സ്റ്റിക്കില്ലേ, അതിനും ഗ്രീൻ കളർ കൊടുത്തിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം. അപ്പോൾ മുട്ടയുടെ തൊണ്ടും ഉണങ്ങണം, ഈ ലീഫുകളൊക്കെ പെയിൻറ്റ് ചെയ്തത് ഉണങ്ങണം. പിന്നെ ഈ ഒരു ഗ്രീൻ പേപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്, പെയിൻറ്റിങ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ലീഫിൻ്റെ ഒരു സൈഡ് മാത്രം കളർ ചെയ്താൽ മതി കേട്ടോ. ചെറിയൊരു യെല്ലോ ഷെയ്ഡും കൂടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വെള്ളം കൂടെ ടച്ച് ചെയ്തിട്ട് ഒരു യെല്ലോ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ പേപ്പറിൽ ഗ്രീൻ കളറൊക്കെ അടിക്കുമ്പോഴും നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം മിക്സ് ചെയ്യാം കേട്ടോ. പേപ്പറല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ലീഫിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലീഫാക്കി മാറ്റാനായിട്ട് 2 എണ്ണം തമ്മിൽ കൂട്ടി ഒട്ടിക്കണം. ഇതിൻ്റെ ഇപ്പോൾ ഒരു സൈഡല്ലേ നമ്മൾ കളർ ചെയ്തിട്ടുള്ള, ഒരു ഭാഗം വൈറ്റ് കളറാണ്. ആ വൈറ്റ് കളറുള്ള ഭാഗത്ത് ഒരു ചെറിയ കമ്പിയുടെ പീസ് കൂടെ വെച്ചിട്ടാണ് നമ്മൾ 2 പീസുകൾ തമ്മിൽ കൂട്ടി ഒട്ടിക്കുന്നത്. അപ്പോൾ കമ്പി വെക്കുമ്പോൾ നമുക്ക് ഈ ഇലേനെ എങ്ങോട്ട് വേണമെങ്കിലും വളച്ചൊക്കെ വെക്കാൻ പറ്റും. കമ്പി വളയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഇലയും വളയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ ഇങ്ങനത്തെ കമ്പി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും.
വളരെ നൈസായിട്ടുള്ളതാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഈർക്കിളിയുടെ ആ ഒരു തുമ്പ് ഭാഗമില്ലേ, അത് വെച്ച് കൊടുത്താൽ ഇങ്ങനെ നിവർന്ന് നിൽക്കും. പിന്നെ നന്നായിട്ട് വളയ്ക്കാൻ പറ്റില്ല, അതിന് കമ്പി തന്നെ വേണ്ടി വരും. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഈ കമ്പി ഒന്ന് സ്റ്റിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സെല്ലോ ടേപ്പില്ലേ അത് വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് 2 ഇലകൾ തമ്മിൽ കൂട്ടി ഒട്ടിച്ചാൽ മതി. 2 വൈറ്റ് ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി ഒട്ടിക്കുക. അപ്പോൾ ശരിക്കും ഒരു ലീഫ് പോലെ തന്നെ ആവും. ഇപ്പോൾ നമ്മൾ കമ്പി ആദ്യം ഒട്ടിച്ച് കൊടുത്തു, പിന്നെ 2 ഇലകളും തമ്മിൽ ഒട്ടിച്ചു. ഇപ്പോൾ 2 സൈഡും ഗ്രീൻ കളറായില്ലേ. ഇനി നമുക്ക് ആ ഒരു സൈഡ് ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 പീസുകൾ ഒട്ടിക്കുമ്പോൾ ചെറുതായിട്ട് ആ ഒരു വൈറ്റ് പോർഷനൊക്കെ കാണുന്നുണ്ട്. അത് പോകാനാണ് കറക്റ്റ് ഒന്ന് ചെറിയൊരു രീതിക്ക് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല നീളത്തിലുള്ള ഇലകൾ കിട്ടും. ഉള്ളിൽ കമ്പി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഇലകൾ നല്ല ഷേപ്പിലൊക്കെ വളച്ച് വെക്കാനും പറ്റും. ഇനി ഇതെല്ലാം തമ്മിലൊന്ന് ഒട്ടിച്ച് അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ പേപ്പർ സ്റ്റിക്കിൻ്റെ തുമ്പ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് നല്ല ഉറപ്പിൽ നമുക്കിത് മുട്ടത്തോടിൽ ഒട്ടിക്കാൻ പറ്റും. കണ്ടോ, 3 ഇങ്ങനെ കട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയാൽ മതി കൈ വെച്ചിട്ട്. എന്നിട്ട് നമ്മുടെ ഈ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒട്ടിക്കുന്നത്. ഗ്ലൂ ഗണ്ണിന് പകരം നിങ്ങൾക്ക് ഫെവി ബോണ്ടോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാൻ പറ്റും. പിന്നെ ഗ്ലൂ ഗൺ ആകുമ്പോൾ പെട്ടെന്ന് കഴിയും. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഞാനിപ്പോൾ എല്ലാ സ്റ്റിക്കും ഇതുപോലെ മുട്ടത്തോടുമായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു ലീഫും കൂടെ ഇതിൻ്റെ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഫെവി ബോണ്ട് മതി കേട്ടോ, നന്നായിട്ട് തന്നെ ഒട്ടിയിരിക്കും. പിന്നെ കുറച്ചൊന്ന് കൈയ്യനെ പിടിച്ച് നിൽക്കണം, അത്രയ്ക്കേ ഉള്ളൂ. ഇനി ഇതിങ്ങനെ കൂട്ടി ഒട്ടിച്ച ഭാഗത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്രീൻ കളർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ പൂവൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടാവില്ലേ അതിൻ്റെ അടിഭാഗം, അതുപോലെ ഏകദേശം ഒന്ന് ആക്കി കൊടുക്കുകയാണ്. കണ്ടോ, നല്ല ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ നമ്മുടെ ഗ്രീൻ പെയിൻറ്റ് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു സ്റ്റെമ്മിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മുട്ടത്തോട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുട്ടികളില്ലാത്ത ഒരു സ്ഥലത്തിരുന്നിട്ട് വേണം ഇത് ചെയ്യാനും, അതുപോലെ ഇതെടുത്ത് വെക്കാനും, അല്ലെങ്കിൽ എല്ലാ പണിയും വേസ്റ്റായിട്ട് പോകും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാ വീഡിയോസും എൻ്റെ മനസ്സിലുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാം കൂടെ എൻ്റെ തലയ്ക്ക് എന്തോ പോലെയാവുന്നു. ഒരുപാട് വീഡിയോസാണ് ഓരോരുത്തരും ഓരോ ദിവസവും ചോദിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം കാണുമ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോ ഇതുവരെ ചേച്ചി ചെയ്തില്ലല്ലോ എന്ന് ആരും ഓർക്കരുത്. ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ. കുറച്ച് സമയം എനിക്ക് തരണം, എല്ലാം കൂടെ കഴിയുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു സംഭവം റീയൂസ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിലല്ലേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചില സാധനങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ പൊട്ടിയ ചെയറൊക്കെ വെച്ചിട്ട് റീയൂസ് ചെയ്യാനൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ ഇപ്പോൾ അങ്ങനെ പൊട്ടിയിട്ടുള്ളൊരു ചെയർ ഉണ്ടെങ്കിലേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. അതുപോലെ കമൻസിനും കുറച്ചൊക്കെ ഇപ്പോൾ റിപ്ലൈ തരാനായിട്ട് പറ്റാതെ ഉണ്ട്. ഒരുപാട് കമൻസാണ് വരുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും കമൻസ് കൂടെ ഒന്നിച്ചാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടും പിന്നെ നെറ്റൊക്കെ രാത്രിയാവുന്ന സമയത്തൊക്കെ വല്ലാതെ സ്ലോ ആണ്. അപ്പോൾ അങ്ങനെയും കുറച്ചൊക്കെ ലേറ്റായി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ കാണുക. അത് നല്ല ഈസി ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ബോട്ടിൽ ആർട്ടൊക്കെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അത് കണ്ടു നോക്കുക. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും കാണുമ്പോൾ അത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്ത പോലെ പ്രാർത്ഥനാസ് വേൾഡിനെയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
നമ്മൾ ചെയ്യുന്ന ക്രാഫ്റ്റൊക്കെ ട്രൈ ചെയ്തിട്ട് അത് നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ നമ്മുടെ വീഡിയോസിലും അതുപോലെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഞാനത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഫുഡ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ആ ഒരു ഇമെയിൽ ഐ ഡിയില്ലേ, നിങ്ങൾ അബൌട്ടിൽ നോക്കിയാൽ മതി, ആ ഒരു ഇമെയിൽ ഐ ഡിയിൽ അയച്ചു തന്നാൽ മതി. അപ്പോൾ എനിക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഫേസ്ബുക്കിലൊന്നും ഞാനിപ്പോൾ ആക്റ്റീവ് അല്ല, എന്നാലും ഫേസ്ബുക്ക് പേജ് എന്തായാലും ഉടനെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതും തരാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ അയച്ചു തന്നാൽ മതി. കുറേ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അയക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഇനി നാളെ വരാം മറ്റൊരു നല്ല ഐഡിയ ആയിട്ട്. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്